യു ടേൺ എടുത്തിട്ടില്ലല്ലോ ഇതുവരെ. ഇതുവരെ ഒരു യു ടേൺ എടുത്തിട്ടില്ല. അല്ല, ഇതുവരെ യു ടേൺ ഒന്നും എടുത്തിട്ടില്ല. സമയം വരട്ടെ. 14-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അന്ന് സർക്കാർ ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രധാനമായിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും ജനങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് മാറേണ്ടി വരും. അങ്ങനെ ഒരു പാർട്ടിയാണ് CPM. അല്ല, CPM ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വരെ ആ സ്റ്റാൻഡുമായിട്ട് പോകത്തൊന്നുമില്ല. ജനങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങളുടെ ഇംഗിതം അനുസരിച്ച് ശരിയാണ്. അതാണ് ശ്രീ സേനാപതി വേണു മാറാത്തതായി ഒന്നുമില്ല എന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. മാറാത്തതായി ഒന്നുമില്ല, ഒരു പാർട്ടിയൊന്നും അല്ല. മാറാത്തതായി ഒന്നുമില്ല എന്ന് MP ഗോവിന്ദൻ പറഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ സേനാപതി വേണു ഇവിടെ ഇന്നിപ്പം MV ഗോവിന്ദന്റെ മാറ്റം മാത്രമേ ഉള്ളൂ. മാർക്സ് പറഞ്ഞതിനെ കോട്ട് ചെയ്തായിരിക്കും. നമ്മുടെ മന്ത്രി CB രാജീവിന്റെ പ്രസ്താവനയിൽ അവരിതിൻ്റെ അകത്ത് കൂട്ടിക്കലർത്തിയ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞ സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെ കൂടിയുള്ള ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയുള്ള. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും വലിയ നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ വന്ന മന്നത്ത് പത്മനാഭൻ, മഹാനായ അയ്യങ്കാളി, ഇവരെല്ലാം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തവരാണ്. വൈക്കത്ത് വഴി നടക്കാൻ ഉള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവരാണ്. ഈ സമരത്തിൽ എവിടെയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരിപ്പോൾ പറയുന്ന സാമൂഹികമായ അനാചാരം, ഈ സമരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹിക പരിഷ്കർത്താവ് ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ആരെങ്കിലും ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന ഒരു ആവശ്യം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉന്നയിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ട്?